PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫയർമാന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്ത മാസം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ ഉള്ളവരും ഇനി വരാൻ പോകുന്ന PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇതിനകത്ത് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരാം. ഈ രീതിയിൽ പാറ്റേൺ ഒക്കെ ആയിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി 25 മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. PSC അപ്ഡേറ്റ്, PSC ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PSC ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ഒരു ടെലിഗ്രാം ചാനൽ. അപ്പൊ എല്ലാവരും മറക്കാതെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം നടന്ന കാറ്റഗറി നമ്പർ 84/2025 ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമണിന്റെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ചോദ്യം ഇതാണ്: തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന്. അപ്പോ ആരാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? രാജാ കേശവദാസ് ആണ് കേട്ടോ. തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജാ കേശവദാസ് ആണ്. അടുത്ത ചോദ്യം: 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രശസ്ത ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രശസ്ത ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന്. ആരാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിക്കേ, ആരാണ്? നമ്മുടെ റാം മോഹൻ റോയ് ആണ് കേട്ടോ. ആരാണ്? റാം മോഹൻ റോയ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ആരാണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ലെനിൻ ആണ് അല്ലെ. ലെനിൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്. കീഴിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ 1851 അവധ് ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? 1851 ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരെന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ റിപ്പീറ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ നോക്കിയിരുന്നു. അത് കണ്ടവർക്ക് അറിയാം. ഈ രണ്ട് ചോദ്യങ്ങളും 4ഉം 5ഉം നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയറിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് ഈ പരീക്ഷ എഴുതാൻ പോയവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇതിന്റെ ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് രണ്ടും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. അപ്പൊ ആ സെക്ഷൻ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അത് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാ? 1857 ഉത്തരത്തിന്റെ റൈറ്റ് ആൻസർ വരുന്ന ഏതാണ്? ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം: നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം. ഇത് നമ്മുടെ കറണ്ട് അഫയർ ആണല്ലേ. ഏതാണ് അംഗത്വം എടുത്ത രാജ്യം എന്ന് പറയുന്നത്? നാറ്റോ സഖ്യത്തില് സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി മൗണ്ട് റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? കാസിക്കുന്നുകളുടെ സാന്നിധ്യമാണ് അല്ലെ. കാസിക്കുന്നുകളുടെ സാന്നിധ്യമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്: ഇന്ത്യയിൽ തുണി വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നുള്ള പരാമർശങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്? നമുക്ക് നോക്കിയാലോ. ഓരോ പ്രസ്താവനകളായിട്ട് നോക്കിക്കേ. ഫസ്റ്റ്: ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ശരിയാണ്. സ്വദേശി പ്രസ്ഥാനം ഇവരുടെ പരിധിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. ശരിയാണ്. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ശരിയാണ്. വൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ശരിയാണ്. 4 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത ചോദ്യം: തന്നിരിക്കുന്ന നദികളിൽ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ അല്ലേ. കബനി, ഭവാനി, പാമ്പാർ എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പട്ടിക ഏതെല്ലാം?
എന്താണ് ഭൗമോദരത്തു നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അവസാദ ശില ഉയർന്നു കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക് ഭൂവൽക്കത്തെ മാന്യ വേർതിരിക്കുന്ന മേഖല ഗുട്ടൻബർഗ് പരിവർത്തന മേഖല നിശ്ചിത പാതയിലൂടെ സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം. അപ്പൊ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ, രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയുമാണ് ശരി അല്ലെ, 2ഉം 4ഉമാണ് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിതഗ്രഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഏതാണ് ഹരിതഗ്രഹത്തിന് കാരണമല്ലാത്ത വാതകമായിട്ട് മാറുന്നത്? നോക്കിക്കേ, നൈട്രജൻ ആണ് അല്ലെ. ഏതാണ്? നൈട്രജൻ ആണ്. ഇനി എന്താണ് ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകൾ ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്, ശരിയാണ്. ഭാരമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിൽ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. 1315 മുതൽ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു, അതും ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാ അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, എം വീരേശ്വരയ്യ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ അത് ദേശീയ വരുമാനം ആകെ ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ ആണ് അല്ലെ. സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതി ഏത്? ഏതാ? സർചാർജ് ആണ് അല്ലെ. സർചാർജ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആചരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യത്തിന് എന്താണ് 50ാം വർഷത്തിൽ ആചരിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ് താഴെ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത്? നോക്കിക്കേ, എല്ലാം ശരി തന്നെയാണ് കേട്ടോ. എന്താണ്? വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. മിഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? അത് ഓപ്ഷൻ ബി LICയുടെ ആപ്തവാക്യമാണ് കേട്ടോ. ഏതിന്റെയാണ്? LICയുടെ ആപ്തവാക്യമായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭാഗം 4A-യിൽ 51A പ്രതിപാദിക്കുന്ന മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഒന്ന്, തൊഴിൽ കരമടയ്ക്കുക, അതുപോലെ തന്നെ വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നിവയാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാ ചേരുംപടി ചേർക്കുമ്പോൾ ഏതൊക്കെ റൈറ്റ് ആൻസർ ആയിട്ട് വരും? നമുക്ക് നോക്കിയാലോ. ഒന്ന് ചേരുംപടി ചേർത്ത് നോക്കാം അല്ലെ. ഒരുമിച്ച് ചേരുംപടി ചേർക്കാം. നിങ്ങളും ചേർത്തോളൂ. ഭരണഘടന 27ാമത്തെ വകുപ്പ് എന്താണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഓപ്ഷൻ സിയിലേക്ക് വരും. ദെൻ രണ്ടാമത്തെ ഭരണഘടന 18ാമത്തെ വകുപ്പ് ഏതാ? ഓപ്ഷൻ ഡി അല്ലേ. സ്ഥാനമാനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പാണ്. ദെൻ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഏതാ? നെക്സ്റ്റ് വൺ വരുന്നത് 3 ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരധിവലോകനം എന്ന് പറയുന്നതിലേക്ക് വരും. ലാസ്റ്റ് എന്താണ്? ഭരണഘടന 226ാം വകുപ്പ് ഏത് വരും? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിലേക്ക് വരും. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആയിട്ടാണ് വരിക. അടുത്തത്, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. പ്രസ്താവന തെറ്റുണ്ടോ? തെറ്റില്ല. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നുവെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പ്രസ്താവന തെറ്റുണ്ടോ? തെറ്റില്ല. ഭരണഘടനയുടെ 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പ്രസ്താവന ശരിയുണ്ടോ? പ്രസ്താവന തെറ്റാണ് അല്ലെ. അപ്പൊ 3ാമതാണ് റൈറ്റ് ആൻസർ. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് പ്രസ്താവനയാണ്? ഓപ്ഷൻ A 3 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയും ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്ന പ്രസ്താവന എന്ന് നോക്കിക്കേ. ഒന്ന്, 86ാം ഭേദഗതിയിലൂടെ 24A കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഏതുള്ള മൗലിക അവകാശം മാറ്റി. അതുപോലെ തന്നെ 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം നൽകണമെന്നാക്കി. പിന്നെ
നിർദ്ദേശത്വങ്ങളിൽ 45 വകുപ്പുകൾ ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 23ാമത്തെ ചോദ്യമാണ് കേട്ടോ. 23ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ചേരുംപടി ചേർത്ത് നോക്കിയാലോ? ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ഇലക്ഷൻ കമ്മീഷൻ ഏതാ? വകുപ്പ് 324. വകുപ്പ് 324. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതേത് വരും? വകുപ്പ് 148. അറ്റോർണി ജനറൽ ഏത് വരും? വകുപ്പ് 76. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളില് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രസ്താവനയും വായിച്ചു നോക്കാം അല്ലെ. കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് എന്താണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. പ്രസ്താവന തെറ്റാണോ? പ്രസ്താവന ശരിയാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. ശരിയാണ്. അവശിഷ്ടാധികാര നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരമുണ്ട്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണല്ലേ. അപ്പൊ ഓപ്ഷൻ സി ആണ്, ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? പാർലമെന്ററി സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഏതാണ് പാർലമെന്ററി സവിശേഷതയിൽ പെടാത്തതായിട്ട് വരുന്നത്? നോക്കിക്കേ, ഓരോന്ന് നമുക്ക് വായിച്ചു നോക്കാം. കൂട്ടുത്തരവാദിത്വം പെടുന്നതാണ് അല്ലെ. പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ നിയമനിർമ്മാണ സഭ അംഗമാണ്. ശരിയാണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ് അല്ലെ. 3ാമത്തെ പ്രസ്താവനയാണ് എന്ത് വരുന്നത്? തെറ്റായിട്ട് പെടാത്തായിട്ട് വരുന്ന. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഓപ്പറേഷൻ അമൃത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ എന്താണ് കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് എന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്പറേഷൻ അമൃത് അതുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നീതിന്യായ വ്യവസ്ഥയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് നീതിന്യായവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്? നോക്കിക്കേ, മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. പ്രസ്താവന ശരിയാണ്. അവശ്യ വസ്തുക്കൾ ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരിലാണ്. പ്രസ്താവന ശരിയാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അബ്കാരി കേസുകൾ മാത്രമുള്ള കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്. ലോക അദാലത്ത് തീർപ്പാക്കാൻ കേസുകൾ തുടർന്ന് അപ്പീലിന് പറ്റില്ല. പ്രസ്താവന ശരി തന്നെയാണ്. അപ്പൊ എല്ലാ പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് കേട്ടോ. അടുത്തത്, കേരള ബാങ്കിന്റെ സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഡോക്ടർ സിറിയക് തോമസ് ആണ് കേട്ടോ. ഈ പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നവയിൽ ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനായിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവന രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ് അല്ലെ. അപ്പൊ 1ാമത്തെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. അത് 1ാമത്തെ ഓപ്ഷൻ ബി 1 എന്താണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന കേരള ഗവർണറാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ MSK രാമസ്വാമി ആയിരുന്നു. അതൊക്കെ ശരിയാണ് കേട്ടോ. 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ചോദ്യം നോക്കാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതെല്ലാം? സെക്കൻഡ് തലങ്ങളിൽ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് ക്ലാസ് മുറി ആക്കുക. പ്രസ്താവന ശരിയാണോ? ശരിയാണല്ലേ. സംസ്ഥാനത്തെ 1000 സ്കൂൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുക. ശരിയാണ്. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമുള്ള വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യവും വർദ്ധിപ്പിക്കുക. ശരിയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. പ്രസ്താവന എന്താണ്? തെറ്റാണല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണിന്റെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് ആണ് അല്ലെ. പാർക്കിൻസൺസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? എറിത്രോപോയിറ്റിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻസുലിൻ നിയന്ത്രിച്ച പ്രോട്ടീൻ ഏതാണ്? ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്, ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന വൈൽഡ് ടെസ്റ്റിന്റെ പ്രധാന തത്വം ഏതാണ്? ടൈഫോയിഡ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന വൈൽഡ് ടെസ്റ്റിന്റെ പ്രധാനപ്പെട്ട തത്വം
ഏതാണ്? ഓപ്ഷൻ ഡി ആംഗ്ലൂട്ടിനേഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഓപ്പറേഷൻ അമൃത് പദ്ധതിയുമായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത 2012 കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കേരളത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ആശ്രമത്തിലെ കണ്ടൽ വനങ്ങളാണ് കേട്ടോ. കൊല്ലം ആശ്രമത്തിലെ കണ്ടൽ വനങ്ങൾ. അടുത്ത് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് ഇത് ആവിഷ്കരിച്ചത് കേട്ടോ. അടുത്ത് താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം, നമുക്കറിയാം ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാ? ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലമായിട്ട് വരുന്നത്. ഇനി കിലോവാട്ട് ഓവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഊർജത്തിന്റെ ആണല്ലേ. ഏതാണ്? ഊർജത്തിന്റെ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ടോക്കിംഗ് അൺടോക്കിങ്ങിലും പരീക്ഷിക്കാവുന്ന വിക്ഷേപിച്ച ISR ദൗത്യത്തിന്റെ പേരെന്ത്? ഏതാ? അത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് റൂദർഫോർഡിന്റെ ആൽഫ കിരണം വിസരണത്തിന് പരീക്ഷണത്തിൽ തെറ്റായ നിരീക്ഷണങ്ങൾ ഏതാണ്? റൂദർഫോർഡിന്റെ ആൽഫ കിരണം വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ്? സ്വർണ്ണ തകിടിലെ മിക്ക ആൽഫ കിരണം 150 വരെ പ്രതിചലിക്കും എന്നതാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഇനി ആറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം ആണ് ഡാഷ്. ഏതാണ്? അയൺ ബൈനീലിയം ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥലോഹമല്ലാത്ത ഏതാ? മഗ്നീഷ്യമാണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ നജാൻ ടെല്ലർ മെറ്റൽ ആണ് ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഏതാണ് ശരി? പ്രാചീന കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പരാമർശമുണ്ട് അല്ലെ. തിരുവല്ലിമച്ചേരി ഇല്ലത്തു നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതങ്ങൾ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഉണ്ടോ? ഇല്ല. അപ്പോ 1ാമത്തെ പ്രസ്താവന ശരിയാണ്, 2 തെറ്റുള്ളതെന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരി ആര്? ഗായത്രി സിപ്വാക്കാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിക്കേ, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ് എന്നുള്ളതാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള MS ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്? 1, ICICI വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻ ട്രോഫി എന്നീ 3 മത്സരങ്ങളും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ്. ശരിയാണോ? പ്രസ്താവന 1 എന്താണ്? പ്രസ്താവന 1 തെറ്റാണ്. അതിന്റെ കരിയർ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ഇന്ത്യൻ താരമാണ്. ശരിയാണ്. 1 തെറ്റാണ്, എന്നാൽ 2 ശരി എന്നാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള വസ്തുത വരുന്നത്? നോക്കിക്കേ, ഓപ്ഷൻ സി അല്ലേ? നോക്കിക്കേ, 1ഉം 2ഉം ശരിയാണ്. 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടു. ശരിയാണ്. വള്ളത്തോൾ നാരായണമേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. 2 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ 1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. 51ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ വരുന്നത് 25 ആണ് കേട്ടോ. 52 റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. 51 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 25 ആണ്. 52 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി 53 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 78 ആണ്. 54 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 56 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 57 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി 58 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 59 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ
ഡി ആണ്. 60 റൈറ്റ് ആൻസർ ആയിട്ട് വരും. 60 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. 60 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 61 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 61. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിന് ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഏതാണ് ഗന്ധം ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കെമിക്കൽ ചേർക്കും അല്ലെ? ഏതാണ്? നമ്മുടെ ഈഥൈൽ മെർക്യാപ്റ്റൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ് ആയിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോഹങ്ങൾ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിലാണ് ഉൾപ്പെടുന്നത്? ക്ലാസ് ഡി ഫയറിലാണ് കേട്ടോ ഉൾപ്പെടുക. ക്ലാസ് ഡി ഫയറിൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തേണ്ട മാർഗം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിനാണ്? അസറ്റിലിനാണ് ഏറ്റവും കൂടുതൽ ജ്വലന പരിധി ഉള്ളത്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഏതാ നിയമം? നമുക്കറിയാം അല്ലെ, നമ്മുടെ ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. അടുത്ത്, ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാവുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഏതാണ്? ഉത്പതനമാണ്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് ആണ് അല്ലെ? ഫെഡറിക് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നത് അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ഏതാണ്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, CPRന്റെ പൂർണ്ണ രൂപം എന്ത്? ഏതാണ് CPRന്റെ പൂർണ്ണ രൂപമായിട്ട് വരിക? കാർഡിയോ പൾമിനറി റെസ്റ്റിമിറ്റേഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, അമിത രക്തസ്രാവം മൂലം ജീവനാപത്തു ആകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഏത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ഏതാണ്? ടൂർണിക്കയാണല്ലേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകൾ തരംതിരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? നമ്മുടെ ഡ്രെയിജ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് 17%. ഏത് അവസ്ഥയും ഉപയോഗിക്കുന്നു. ഏതിലാണ്? ഹൃദയാഘാതമാണ് അല്ലെ. അടുത്ത്, പ്രഥമ ശുശ്രൂഷ ABC എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്പ്ലിൻ താഴെ പറഞ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അസ്ഥിഭംഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവരാവകാശ സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഏതാണ്? 2000-ലാണ് നിലവിൽ. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരൂപങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെയോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ കടന്നു കയറി സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത്? എന്താണ്? ബ്ലാക്ക് ഹെയ്റ്റ് ഹാക്കർ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ശരിയായിട്ടുള്ള പദം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ ശരിയായിട്ടുള്ള പദം വരിക. താഴെ വരുന്ന കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഏതാണ് കുതിര എന്ന അർത്ഥം വരാത്ത പദം വരിക? അതും റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ചുമപ്പ് എന്ന പദത്തിന് സമാനമായ പദം ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. താമസം എന്നതിന്റെ സമാന അർത്ഥമുള്ളത് ഏതാ? ഓപ്ഷൻ എ ആണ് അല്ലെ. താമസം ഉള്ളതിന് സമാന അർത്ഥമുള്ളത്. എതിർലിംഗം എഴുതുക. വിധവ എന്നതിന് എതിർലിംഗം ഏതാണ്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്. ഇനി, അജ്ഞാന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, എന്താണ് കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാപ്പുകെട്ടുക എന്ന് പറഞ്ഞ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഒരുങ്ങുക എന്നതാണ്. പിരിച്ചെഴുതുക. വെണ്മ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഇതാണ് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അർത്ഥമുള്ളതും യുക്തിസഹവുമുള്ള വാക്യം നിർമ്മിക്കുക. ഏതാ വാക്യം നിർമ്മിക്കും? റൈറ്റ് ആൻസർ 91 ആണേ. 91 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കോൾ ഡൗൺ ആണ് കേട്ടോ. ഓപ്ഷൻ എ കോൾ ഡൗൺ. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 91 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി 92 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ്? അതും ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഇനി 93 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. 93 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ഇനി 94 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണെന്ന് നമുക്ക് നോക്കാം. 94 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് 94 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി 95 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? 95 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഇനി 96 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 97 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്.
ഇനി 98 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? 98 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 99 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി 100ാമത്തെ ചോദ്യത്തിന്റെ ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായി കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.